ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള കുറച്ച് പെർഫ്യൂംസിനെ കുറിച്ചൊന്ന് പറയുകയാണ്. അപ്പോൾ പെർഫ്യൂംസ് എല്ലാവരും യൂസ് ചെയ്യുന്നതെന്ന് അറിയാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് പെർഫ്യൂംസാണ്. അപ്പോൾ ഞാൻ മെയിൻലി ഒരു 3 ഓൺലൈൻ സൈറ്റിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്, അതുപോലെ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് TM പെർഫ്യൂം ഹൗസ് എന്നുള്ള ഒരു ഓൺലൈൻ ഷോപ്പുണ്ട്, അതിൽ നിന്ന് വാങ്ങിയിട്ടുള്ള. ഞാൻ അതിൽ നിന്ന് ഒരുപാട് തവണ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എന്താ പറയുക, സാറ്റിസ്ഫൈഡ് ആണ്. നമുക്കിപ്പോൾ ഒറിജിനൽ വാങ്ങാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അതിന് ഇൻസ്പയർഡ് വേർഷൻ, ഇപ്പോൾ കൂടുതൽ പേരും അങ്ങനെ ഇൻസ്പയർഡ് വേർഷനാണ് യൂസ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ നമ്മുടെ ക്ലൈമറ്റിലാണെങ്കിലും ഒറിജിനൽ എത്രത്തോളം ലാസ്റ്റ് ചെയ്യും, എത്രത്തോളം പ്രൊജക്ഷൻ ഉണ്ടോ എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ കൂടുതൽ പേരും ഇൻസ്പയർഡ് വേർഷനാണ് യൂസ് ചെയ്യുന്നത്. മാക്സിമം ഞാൻ വാങ്ങിയത് 20 ml ആണ്. നമുക്ക് 20 ml വാങ്ങി നോക്കി ഇഷ്ടപ്പെട്ടാൽ, അവരുടെ ഏറ്റവും കുറഞ്ഞത് 20 ml ആണ്. അത് വാങ്ങി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് വാങ്ങാമല്ലോ. ഇതാണ് 20 ml അവരുടെ വരുന്ന ബോട്ടിൽ. അപ്പം ഇതിന് ഏകദേശം ഒരെണ്ണം വാങ്ങുവാണെങ്കിൽ 420 സംതിങ് ആണ് ഇപ്പോൾ പ്രൈസ്. ഞാനത് ഒരു 5-6 വാങ്ങുന്നത്. അപ്പോൾ ഓഫർ വരാതെ 5-6 വാങ്ങുമ്പോൾ ഒരു 1600 ആ റേഞ്ചിൽ കിട്ടും. മോണ്ടേലിൻ്റെ ഇൻറ്റൻസ് കഫേ എന്നുള്ള പെർഫ്യൂമാണ്. അപ്പോൾ ഇത് ഭയങ്കര സ്വീറ്റാണ്, സ്വീറ്റ് പെർഫ്യൂമാണ്. യൂട്യൂബ് വീഡിയോസിലും കുറേ പെർഫ്യൂമേഴ്സിൻ്റെ വീഡിയോസിലും അതിൽ നിന്ന് കുറേ സംഭവങ്ങൾ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഫ്രാഗ്രാൻറ്റിക്ക എന്നുള്ള സൈറ്റ് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. പെർഫ്യൂമിനെ കുറിച്ച് അറിയാവുന്ന ആൾക്കാർക്ക് ഫ്രാഗ്രാൻറ്റിക്ക, ഇപ്പോൾ നമ്മൾ ഷോപ്പിൽ പോയാൽ അവരത് നോക്കിയിട്ടാണ് എന്താണ് പെർഫ്യൂമിനെ അതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു പെർഫ്യൂം എന്തിനാ അതിൻ്റെ നോട്ട് അറിയണമെങ്കിൽ, ഒറിജിനൽ അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് നോക്കിയാൽ മതി. fragrantica.com സെർച്ച് ചെയ്യുമ്പം അതിൻ്റെ ഏതാണ് നോട്ട്സ് വരുന്നതാണ്. അപ്പോൾ ഇത് നോട്ട്സ് വരുന്ന റോസ്, വാനില, കോഫി, ഫ്ലോറലൊക്കെയാണ്. അത്യാവശ്യം നല്ല സ്മെല്ലാണ്. ഏകദേശം തീരാറായി. നമുക്ക് മാക്സിമം നമ്മളിപ്പം ചെറിയ പാക്ക് വാങ്ങി യൂസ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം വലുത് മേടിക്കുക, അതായിരിക്കും ഏറ്റവും ബെറ്റർ. നമ്മൾ വലുത് പറഞ്ഞാൽ മേടിച്ചല്ലേ 100 ml 60 ml ഒക്കെ മേടിച്ച് നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വെറുതെ ആവും. അതിന് ഏറ്റവും ബെറ്റർ ചെറുത് വാങ്ങി നോക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. അത്യാവശ്യം നല്ലൊരു പെർഫ്യൂമാണ്. അത് യൂണിസെക്സ് ആണ്. ഇത് നല്ലൊരു ഓപ്ഷനാണ്. മോണ്ടേൽ കഫേ ഇൻറ്റൻസ്. ഒറിജിനൽ പ്രൈസ് എത്ര വരും എന്ന് എനിക്കറിയത്തില്ല. അത്യാവശ്യം നല്ല പ്രൈസ് ആവും. നമുക്കത് മേടിക്കാൻ ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മളിത് അതാണ് ഇതിൻ്റെ ചെറുത് അല്ല ഇൻസ്പയർഡ് വേർഷൻ യൂസ് ചെയ്യും. അടുത്തത് വരുന്നത് ഇത് ടോം ഫോർഡിൻ്റെ ലോസ്റ്റ് ചെറി എന്നാണ്. ഇത് യൂണിസെക്സ് അല്ല വുമൺ പെർഫ്യൂമാണ്. സ്മെല്ല് ഞാൻ കൂടുതലും പെർഫ്യൂം ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് വാങ്ങുന്നതിൻ്റെ സ്മെല്ല് നമുക്കൊന്ന് അറിയണമല്ലോ എന്താണ്. ഒറിജിനൽ നമുക്ക് മേടിച്ച് ടോം ഫോർഡൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളെന്താണ് അതിന് ഇൻസ്പയർഡ് വേർഷൻ വാങ്ങിയിട്ട് നോക്കും. പിന്നെ ഒറിജിനലുള്ള യൂട്യൂബേഴ്സ് എന്താണ് പെർഫ്യൂം റിവ്യൂവേഴ്സ് അവർ നോക്കിയിട്ട് ഓൾമോസ്റ്റ് 80-90% സിമിലർ ആണെന്ന് പറയുന്നു. അത് വിശ്വസിക്കാനേ പറ്റുള്ളൂ, നമ്മൾ നോക്കിയിട്ടില്ലല്ലോ. പിന്നെ ഞാൻ മലേഷ്യ പോയ സമയത്ത് ടോം ഫോർഡിൻ്റെ അവിടെ ഷോപ്പിൽ കയറി ഓം ലെതർ എന്നുള്ള ഒരു പെർഫ്യൂം, ഓം ലെതറും ലോസ്റ്ററി നോക്കി. അപ്പോൾ എനിക്ക് തോന്നിയ സിമിലർ സ്മെല്ല് തന്നെയാണ്. പിന്നെ വെച്ചാൽ നമ്മൾ ഈ പെർഫ്യൂം നമുക്ക് ഇപ്പോൾ ഒരാൾ നമുക്ക് സജസ്റ്റ് ചെയ്യുവാണ് ഈ പെർഫ്യൂം നല്ലതാണ് യൂസ് ചെയ്യുന്നത്, പക്ഷേ നമുക്കൊരിക്കലും അവർക്കൊരു കിട്ടുന്ന ലാസ്റ്റിംഗ് അല്ലെങ്കിൽ പ്രൊജക്ഷൻ നമുക്ക് കിട്ടണമെന്നില്ല. അത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് അപ്പോൾ നമ്മുടെ സ്കിന്ന്, pH വാല്യൂ, ഡ്രസ്സ്, ടൈപ്പ് ഓഫ് ഡ്രസ്സ്, ടെമ്പറേച്ചർ, ഇതെല്ലാം ഡിപ്പെൻഡ് ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പം ഒരു ഒറിജിനൽ വാങ്ങി യൂസ് ചെയ്താലും ചിലപ്പോൾ ഒരു 4-5 മണിക്കൂർ കിട്ടുന്നത് ഇൻസ്പയർഡ് വേർഷൻ വരുമ്പോൾ ചിലപ്പോൾ അതിൽ കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവർ TM പെർഫ്യൂം ഹൗസ് അവർ പറയുന്നത് അവർ 25-30% ഓയിൽ കോൺസെൻട്രേഷൻ ഉണ്ടെന്നാണ്. അപ്പോൾ ഓയിൽ കോൺസെൻട്രേഷൻ കൂടുന്നതനുസരിച്ച് നമുക്ക് അതിൻ്റെ ലാസ്റ്റിങ്ങും പെർഫോമൻസും അല്ലെങ്കിൽ പ്രൊജക്ഷനും കൂടുതൽ കിട്ടാറുണ്ട്. ചെറിയ പൗഡറി സ്മെല്ലാണ് വരുന്നത്, സ്വീറ്റ് ആൽമണ്ടൊക്കെ വരുന്ന സ്മെല്ലാണ് വരുന്നത്. പിന്നെ ഒരു ബേബി പൗഡറിനൊക്കെ സ്മെല്ല് വരും. ഇതും ഗേൾസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് സ്മെല്ലാണ് വരുന്നത്. ഓക്കെ, അടുത്തത് ഇത് ബിയർഡോടെ ടൊബാക്കോ മെൻഡാരി എന്നുള്ള ഇതാണ്. അതിൻ്റെ ഇൻസ്പയർഡ് വേർഷനാണ്. ഇതിൽ ടൊബാക്കോ, ലെതർ, സ്വീറ്റ്, ആംബർ അങ്ങനത്തെ ഒരു സ്മെല്ലാണ് വരുന്നത്. പിന്നെ ഇവരുടെ ആറ്റോമൈസറും അത്യാവശ്യം കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു ആറ്റോമൈസറാണ്. ഇത് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, നല്ല ആറ്റോമൈസറാണ് ഇവരുടെ, അത്യാവശ്യം സ്മെല്ല് നിൽക്കുന്നതാണ്. പിന്നെ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഓരോരുത്തരുടെ ഓപ്ഷനിലാണ്. എന്ന് വെച്ചാൽ ഇത് സ്മെല്ല് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഒരു ടൊബാക്കോ സ്മെല്ലൊക്കെ നമുക്ക്, ടൊബാക്കോയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ടൊബാക്കോ വാനിയാണ്, നമ്മുടെ ടോം ഫോർഡിൻ്റെ. അതാണ് ഏറ്റവും പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷേ അത് ഞാൻ ഇൻസ്പയർഡ് വേർഷൻ പല സ്ഥലത്തും നോക്കിയിട്ട് എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ ചില സ്ഥലത്ത് ടൊബാക്കോയുടെ സ്മെല്ല് ഓവറായിരിക്കും, ചില സ്ഥലത്ത് വാനിലയുടെ സ്മെല്ല് ഓവറായിരിക്കും. അത് അവർക്ക് കിട്ടുന്ന ഓയിലിൻ്റെ ക്വാളിറ്റി അനുസരിച്ചാണ്, അതാണ് വരുന്നത്. അപ്പോൾ ഇത് പക്ക ഒരു ലെതർ അല്ലെങ്കിൽ ലെതർ ടൊബാക്കോ ആ ഒരു സ്വീറ്റ് വരുന്ന സംഭവമാണ് ടൊബാക്കോ മെൻഡാരി ബിയർഡോടെ. അടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും YSL ബേബി ക്യാറ്റ്. ഇതും അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് സ്മെല്ലാണ് ഇത് വരുന്നത്. ഇത് വാനിലയാണ്, വാനില. പിന്നെ അതുപോലെ ഒരു സ്വീറ്റ് ആംബർ, അങ്ങനത്തെ ഒരു വുഡി ചെറിയൊരു ലെതറൊക്കെ ടോണുള്ളതാണ് ബേബി ക്യാറ്റ്. ഇത് യൂണിസെക്സ് ആണ്, രണ്ടുപേർക്ക് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. വാലന്റിനോ യൂമോ ഇൻറ്റൻസ്. ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത് ഇങ്ങനെയാണെന്ന് തോന്നുന്നു കേട്ടോ, നമുക്ക് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അറിയത്തില്ല. വാലന്റിനോ യൂമോ ഇൻറ്റൻസ് ഇതും അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ് വാലന്റിനോടെന്ന്. ഇതൊരു ഒരു വാനില പൗഡറി ടൈപ്പ് സ്മെല്ലാണ്, സ്വീറ്റ് ആംബർ, എർത്തി അങ്ങനത്തെ ഒരു സ്മെല്ലാണ്. ഇതും യൂണിസെക്സ് ആണ്. നമുക്കൊരു ഫംഗ്ഷനോ ഡേറ്റിന് പോകുമ്പോഴോ അങ്ങനെയുള്ളതിനൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത് കൂടുതലും നല്ലത്. ഓഫീസ് യൂസിന് അത്ര ഒരു ആപ്ലിക്കബിൾ അല്ല ഇത്. YSL തന്നെയാണ്. YSLൻ്റെ ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത് ലനൂയി ഡിലോം അങ്ങനെയാണ് പറയുന്നത്, അങ്ങനെയാണ് തോന്നുന്നു വരുന്നത്. ഇത് ഇതും ഭയങ്കര
കോംപ്ലിമെൻറ്റ് ഗെറ്റർ എന്നാണ് കുറേ വീഡിയോസിൽ കണ്ടിട്ടുള്ളത്. അത് കണ്ടാണ് ഞാൻ വാങ്ങി നോക്കിയത് എന്താ സ്മെല്ലെന്ന് അറിയാം. പക്ഷേ സ്മെല്ല് എനിക്ക് അത്ര വലിയ ഒരു ഇപ്പം നമ്മുടെ ടേസ്റ്റും സ്മെല്ലും ഓരോ രീതിയിലായിരിക്കുമല്ലോ. ഇതിൽ വരുന്നത് കൂടുതലായിട്ടും എന്താണ് അരോമാറ്റിക്, വാം, സ്പൈസി, വുഡി, ഒരു അങ്ങനത്തെ ലാവൻഡർ ടൈപ്പൊക്കെ സ്മെല്ലാണ്. ഇത് എന്തോ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എനിക്ക് നല്ലൊരു സൈറ്റ് തന്നെയാണ് കേട്ടോ TM പെർഫ്യൂം. ഒരുപാട് കളക്ഷൻ ഉണ്ട്, അത്യാവശ്യം എല്ലാം ഒരു 300+ അവർ ഇൻസ്പയർഡ് വെർഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവരുടെ എന്താ ഡെലിവറി ആണെങ്കിലും അത്യാവശ്യം ഒരു 5-6 ദിവസം കൊണ്ട് കിട്ടും. അപ്പോൾ ഞാനിതൊക്കെ 5-6 വാങ്ങി, 5 വാങ്ങി 1600 സംതിങ് 5 വാങ്ങിയപ്പോൾ. അല്ലെ ചിലപ്പോൾ അത് ഓഫർ വരുമ്പോൾ നമുക്ക് വാങ്ങുവാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. ഇത് ഏകദേശം തീർന്നാണ്. ഇതൊക്കെ ഞാനിപ്പോൾ ആ സൈറ്റിൽ നിന്ന് ഒരു 5-6 തവണ വാങ്ങിയിട്ടുണ്ട്. കുറേ ലിസ്റ്റ് ഔട്ട് ചെയ്ത് ഇനിയും വെച്ചിട്ടുണ്ട് വാങ്ങാൻ വേണ്ടി കേട്ടോ. അപ്പോൾ ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിലിയൻ്റെ ആണ്. കിലിയൻ നിങ്ങൾക്ക് ഏഞ്ചൽ ഷെയർ, കിലിയൻ എന്താണ് ഫാൻറ്റം, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. കിലിയൻ്റെ ആപ്പിൾ ബ്രാൻഡി ഓൺ റോക്സ് എന്നുള്ളതാണ്. ഇത് പക്ക റമ്മ് ആപ്പിളൊക്കെ മിക്സ് ആയിട്ടുള്ള ബ്ലെൻഡാണ്. ഇതൊരു എനിക്ക് പക്ക പാർട്ടി വെയറിൽ ഡേറ്റിന് മുമ്പൊക്കെ യൂസ് ചെയ്യുന്ന സംഭവമാണ്. കിലിയൻ്റെ അത്യാവശ്യം നല്ല ബ്രാൻഡ് കേട്ടോ. ഇപ്പോൾ കാണിച്ചതെല്ലാം 20 ml ആണ്. ഇത് അവരുടെ 60 ml ആണ്. ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട പെർഫ്യൂമുകളൊന്നാണ്. ഇത് മെമോ എന്നുള്ളൊരു ബ്രാൻഡാണ്. അത് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ മെമോ. അത് കൂടുതലായിട്ടും ലെതർ ബേസ്ഡ് പെർഫ്യൂമാണ്. മെമോ ആഫ്രിക്കൻ ലെതർ, ഐറിഷ് ലെതർ. അതിൽ തന്നെ ഞാനൊരു 20 ml എന്ന് വാങ്ങി യൂസ് ചെയ്തിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ആഫ്രിക്കൻ ലെതർ. ഇത് പക്ക നമുക്ക് ഫോർമൽ ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാം. ഇത് ലെതറാണ് കേട്ടോ. ലെതറാണ് കൂടുതലായിട്ട്. ലെതർ, വുഡി, അങ്ങനത്തെ ഒരു ചെറിയ പച്ചോളി, അങ്ങനത്തെ ഒക്കെ സ്മെല്ലാണ്. ചെറിയൊരു ഫ്രഷ് സ്പൈസി ആണ്. ഇത് ഓഫീസ് വെയറിന് നല്ലൊരു ഓപ്ഷനാണിത്. മെമോ പാരീസിൻ്റെ ആഫ്രിക്കൻ ലെതർ. വീഡിയോ നീണ്ടുപോയല്ലേ. പിന്നെ അവർ തന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇത് കുറേ വാങ്ങിയതുണ്ടായിരുന്നു കേട്ടോ. പിന്നെ SRKയുടെ ഡൺഹില്ല്, പിന്നെ ടിപ്റ്റിക്കിൻ്റെ ടംഡോ, അത് ഞാൻ ഇവരുടെ സൈറ്റിൽ നിന്ന് വാങ്ങിയിരുന്നു. അതുപോലെ വിരാട് കോഹ്ലി യൂസ് ചെയ്യുന്ന ക്രീഡിൻ്റെ അവൻറ്റസ് വാങ്ങിയിരുന്നു. അതൊക്കെ ഓൾമോസ്റ്റ് അവരുടെ ഒറിജിനലായിട്ട് സിമിലർ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ 2 വാങ്ങിയെന്ന് പറഞ്ഞതിൽ ഒന്ന് ഇതാണ്. അതായത് 2 അതല്ല, അതിൻ്റെ കൂടെ അല്ല, ഇതിൻ്റെ കൂടെ 2 വാങ്ങിയത്. ഇതും എനിക്ക് വേറെണ്ണം ഇവരുടെ തന്നെ മിക്സ്ഡ് വേർഷനാണ്. അത് 2 പെർഫ്യൂം ഒരു ബ്ലെൻഡ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഇത് ബാഴ്സലോണ എന്നാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇത് ബ്ലെൻഡ് വരുന്നത് നമ്മുടെ JPGയുടെ ലെമൽ എലിക്സിറും റസാസിയുടെ ഹവാസോടും ബ്ലെൻഡാണ്. പക്കാ സ്വീറ്റാണ്. ഭയങ്കര സ്വീറ്റായിട്ടുള്ള സ്മെല്ലാണ് സംഭവം. ഇതും ഏകദേശം തീരാറായി സംഭവം. 60 ml ആണ് വാങ്ങിയത്. ഇതിൻ്റെ കൂടുതൽ ഞാൻ ബോണ്ട് എന്നുള്ളൊരു ഇവരുടെ തന്നെ ഒരു മിക്സ്ഡ് വേർഷനാണ് മേടിച്ചത്. ബോണ്ടിൽ എനിക്ക് തോന്നുന്നത് ഡൺഹിൽ ഐക്കണും കിലിയൻ്റെ ഇൻടോക്സിക്കേറ്റഡോ അത് രണ്ടും മിക്സാണ് വന്നത്. അതും പക്ക ഒരു ഓഫീസ് വെയറുള്ള സംഭവമാണ്. അപ്പം നിങ്ങൾ പെർഫ്യൂമൊക്കെ നോക്കുന്ന ആളാണെങ്കിൽ ഈ സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. TM പെർഫ്യൂം ഹൗസ് ഞാൻ ടാഗ് ചെയ്തിട്ടേക്കാം, യൂസ് ചെയ്ത് നോക്കുക. അപ്പം മാക്സിമം അവരുടെ 20 ml വാങ്ങി യൂസ് ചെയ്ത് നോക്കുക. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പം വാങ്ങി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇപ്പം ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോണ്ട് ഞാൻ എല്ലാത്തിനും പേര് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൻ്റെ ഇൻസ്പയർഡ് വേർഷൻ ഒറിജിനലല്ല. അപ്പോൾ ഒറിജിനൽ ഉള്ളവർ ഒറിജിനലും ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. നമുക്ക് ഒറിജിനൽ കയ്യിലില്ലാത്തതുകൊണ്ട് നമുക്കിത് വെച്ച് സാറ്റിസ്ഫൈ ചെയ്യാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ പെർഫ്യൂംസ് കൂടെ ഉണ്ട് കയ്യിൽ. അപ്പോൾ അത് 1-2 വീഡിയോസായിട്ട് ഇടാം. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് പെർഫ്യൂം എന്നോട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ഓക്കെ, ബൈ.